മാധ്യമങ്ങൾ ആസൂത്രിതമായി സൃഷ്ടിച്ച മാധ്യമ വിചാരണയിലെ രക്തസാക്ഷിയാണ് സൂഫിയ എന്ന് PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി. PDPയുടെ നേതൃത്വത്തിൽ പ്രയാണം ആരംഭിച്ച രാഷ്ട്ര സുരക്ഷാ യാത്രയ്ക്ക് മാട്ടൂൽ ജസീന്ത ബിൽഡിംഗിന് സമീപം നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മദനി. എന്റെ പടച്ചവനെ തന്നെയാണ് സത്യം. ഈ വിശ്വാസി സമൂഹത്തിന്റെ മുന്നിൽ എനിക്ക് പറയാനുള്ളത്, കളമശ്ശേരിയിൽ ബസ് കത്തുന്നതിന് ആ ബസ് കത്തിയ സംഭവം ബസ് കത്തിക്കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ പത്രത്തിൽ വരുമ്പോൾ മാത്രമാണ് അങ്ങനൊരു സംഭവത്തെ പറ്റി എന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയ മനസ്സിലാക്കിയിരുന്നുള്ളൂ. അതിനു മുമ്പ് മനസ്സാ വാചാ കർമ്മണ യാതൊരു ബന്ധവും കളമശ്ശേരിക്ക് ബസ് കത്തിയ വിഷയത്തോട് ബന്ധപ്പെട്ടില്ല. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഇതിൽ കൂടുതൽ എന്താ പറയാൻ പറ്റുക? ഇതിൽ കൂടുതൽ എന്താ ഞാൻ പറയാൻ പറ്റുക? പടച്ചവനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നതിൽ അപ്പുറം എന്താ പറയാൻ പറ്റുക? ഇനി ഒന്നുകൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ, എന്റെ റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ ഈ നാവ് നിശ്ചലമായി പോട്ടെ. കളമശ്ശേരി ബസ് കത്തിക്കൽ സംഭവത്തിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഗൂഢനാടകത്തിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കും പോലീസുകാർക്കും പങ്കുണ്ട്. മാധ്യമങ്ങൾ നടത്തിയ വിചാരണയിലെ രക്തസാക്ഷിയാണ് തന്റെ ഭാര്യയെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസുകാർ ചിലരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും ലോക ഭീകരവാദിയായി ചിത്രീകരിച്ച് സൂഫിയ മദനിയെ ജയിലിലടച്ചിട്ടും കേരളത്തിൽ ഒന്നും സംഭവിച്ചില്ല. എന്നിട്ടും മദനിയെ ഭീകരവാദിയായും പോക്കറ്റിൽ ബോംബ് കൊണ്ടു നടക്കുന്നയാളുമായും ചിത്രീകരിച്ച് തന്നെ പീഡിപ്പിക്കുകയാണെന്നും ഇതൊന്നും തന്നോട് വിലപ്പോവില്ലെന്നും മദനി പറഞ്ഞു. രാഷ്ട്ര സുരക്ഷാ യാത്ര രാഷ്ട്രീയ പാർട്ടിക്കാരെയോ നേതാക്കളെയോ കുറ്റപ്പെടുത്താനുള്ള വേദിയല്ലെന്നും ഏത് ഏജൻസികൾ കള്ളക്കേസുകൊണ്ട് തുറങ്കിലടിച്ചാലും പടച്ചവന്റെ മുമ്പിലല്ലാതെ ആരുടെ മുന്നിലും താൻ ശിരസ് നമിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണമാണ് മാട്ടൂലിന്റേത്. പഴയങ്ങാടി മുതൽ ജാഥയ്ക്ക് പ്രവർത്തകർ ബൈക്കുകളിൽ പതാകയുമേന്തി അകമ്പടിയേകി. ഉച്ചയ്ക്ക് 1 മണിയോടെ ആരംഭിച്ച സ്വീകരണ പരിപാടി വൽക്കരരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി മുജീബ്, PDP സെക്രട്ടറി അംഗം P. പുരുഷോത്തമൻ, അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ ആദ്യ സ്വീകരണ പരിപാടിക്കായി PDP പ്രവർത്തകർ ഉൾപ്പെടെ വൻ ജനക്കൂട്ടം മാട്ടൂലിൽ എത്തിയിരുന്നു.